കൊടുങ്ങല്ലൂർ കന്നി അംഗത്തിൽ 8,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ജയിച്ചു കയറിയത്. 65,162 വോട്ടാണ് ജനീഷ് നേടിയത്. തകർത്ത് ഹാട്രിക് വിജയം തേടിയിറങ്ങിയ സിറ്റിംഗ് MLA LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയാണ് മുന്നിലെത്തിയത്. ഇപ്പോഴിതാ അദ്ദേഹത്തെയും മറ്റ് MLA-മാരെയും കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത്. രാഹുൽ ഗാന്ധി ഫാൻസ് കേരളം എന്ന ഫേസ്ബുക്ക് പേജിലെ കുറിപ്പാണ് വൈറലാകുന്നത്. എന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്യപ്പെടുന്നില്ല? കൊടുങ്ങല്ലൂരിന്റെ MLA അഡ്വക്കേറ്റ് OJ ജനീഷ്, പുസ്തകശാലയിലെ സെയിൽസ്മാൻ, ഇന്റർനെറ്റ് കഫേയിലെ സഹായി, സൈക്കിൾ കടയിലെ സെയിൽസ്മാൻ, സെക്യൂരിറ്റി ജോലി, എല്ലാ ദുരിതങ്ങൾക്കും ഇടയിൽ നിയമബിരുദം, അഭിഭാഷകൻ. രണ്ടാമത്തത് ബാലുശ്ശേരിയുടെ MLA VT സൂരജ്, കൂലിപ്പണിക്കാരനായ തറമ്മൽ നാരായണന്റെ മകൻ, കുടികിടപ്പ് കിട്ടിയ 10 സെന്റ് ഭൂമിയിലെ ആർഭാടം, നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ താമസം. അടുത്തത് ആലപ്പുഴയുടെ ഓമനയായി മാറിയ AD തോമസ് ആണ്. പൊന്തുവള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിച്ചും പെട്രോൾ പറമ്പിൽ ജോലി ചെയ്തും ഹോം ട്യൂഷൻ എടുത്തും പട്ടിണി അകറ്റിയ കുഞ്ഞു പയ്യൻ. ഇതൊക്കെയാണ് ശരിക്ക് രാഷ്ട്രീയ നേതാക്കൾ. ഇടതുപക്ഷമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ശതകോടീശ്വരന്മാർക്കും രവിപിള്ളമാരുടെയും നോമിനികൾക്ക് നിയമസഭാ സീറ്റുകൾ നൽകുകയും യാതൊരു ഉളുപ്പുമില്ലാതെ വിജയിപ്പിക്കുകയും ചെയ്തുവന്ന പ്രബുദ്ധ കേരളത്തിലാണ് പട്ടിണിയും കഷ്ടപ്പാടും കഠിനാധ്വാനവും പ്രാണവായുവും ശ്വസിച്ച് അരവയർ നിറച്ച് നമുക്കിടയിലുണ്ടായിരുന്ന 3 ചെറുപ്പക്കാർ. അവരെ കണ്ടെത്തി നിയമസഭയിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് നിയമസഭയിലേക്ക് വഴി തുറന്നത് കോൺഗ്രസ് ആണ്. ഇവരാരും വെറുതെ അങ്ങ് നിയമസഭയിലേക്ക് കയറി വന്നതല്ല. കനൽ വഴികളിലൂടെ നടന്ന് സമരഭൂമിയിൽ തളരാതെ പോരാടി ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ചെറുപ്പക്കാർ. തകർക്കാനാകാത്ത കോട്ടകളെന്ന് അഹങ്കരിച്ച ചെങ്കോട്ടകളെ തകർത്താണ് വന്നത്. ഇടതുപക്ഷമെന്ന നിർവചനം ചേരുന്നത് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടിക്കാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്.